ഹലോ ഹലോ. മോർണിംഗ് കാദർ. അയ്യോ, എനിക്ക് മതിയായേ. നിനക്ക് ഫോൺ ചെയ്തെന്റെ വിരലൊക്കെ തേഞ്ഞു. നീ അവിടുന്ന് പുറപ്പെട്ടോ? അഡ്രസ് എവിടെ? ആ, കോഴിക്കോട് വെസ്റ്റ് ഹിലിനടുത്തൊരു ഗവൺമെന്റ് കോളേജില്ലേ, അവിടെ. നിന്റെ അസിസ്റ്റന്റ് അവിടെ എത്തിക്കഴിഞ്ഞു. നീയും വേഗം അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. ആ ശരി എന്നാ. എക്സ്ക്യൂസ് മീ, ഗുഡ് മോർണിംഗ്. നല്ല ആളാ, താലി കെട്ടുന്നതിന് മുമ്പെങ്കിലും എത്തിയല്ലോ. സോറി. വാ, ഇവനെയൊക്കെ വെച്ചോണ്ട് ഞാൻ പെടുന്ന പാട്. എടുക്ക്. സ്മൈൽ. എവിടെ? നമ്മുടെ ആളെ കാണുന്നില്ലോ. ഹലോ, വന്നതേ ലേറ്റ്, അതിനിടയ്ക്ക് സൈറ്റാ. ഹേ, ഇത് കോസ്റ്റ്ലി ക്യാമറ. ആയിക്കോട്ടെ, നിന്റെ ക്യാമറ കോസ്റ്റ്ലി, യെസ്. യുവർ വർക്ക് കോസ്റ്റ്ലി, ഷുവർ, നീയും കോസ്റ്റ്ലി, എക്സാക്ട്ലി, എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. യാ. പക്ഷെ നമ്മുടെ ലവ് ചീപ്പാണ്. ഹേ, അങ്ങനെയല്ലേ? ഹേ, അങ്ങനല്ല സോനു. വർക്ക് ടെൻഷൻ ആയതുകൊണ്ട് ഉറങ്ങിപ്പോയതാ. റൈറ്റ്. അപ്പൊ നീ ഇങ്ങനെ തന്നെ നടന്നോ? ഞാൻ കോളേജ് കഴിഞ്ഞ ഉടനെ അങ്ങനെ നാട്ടിലേക്ക് പോയിക്കോളാം. ഹേ, ഞാൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ലേ, അതിനിങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കല്ലേ. ഇതെന്താ, എന്റെ ഫ്രണ്ടിന്റെ കല്യാണമൊന്നുമല്ലല്ലോ. നിന്നെ കാണാൻ വേണ്ടി മാത്രമാ നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ ഞാൻ വന്നത്. നമ്മുടെ ഈ സ്നേഹം തുടങ്ങിയിട്ട് ഇതോടെ 2 years ആയി. ഒരു ദിവസമെങ്കിലും ടൈം കീപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓൾവേസ് ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഹേ, സോഫ്റ്റ്ലി. എന്തിനാ ഒച്ച എടുക്കുന്നത്? ഇവനെന്തിനാ? ഈ ആളൊരു കിടുക്കാണല്ലോടാ, 10 നിമിഷത്തിനുള്ളിൽ ആളെ കുടിക്കല്ല. എടാ പോടാ. സോനു, മഞ്ഞിനുള്ളിനുള്ളിൽ നിൽക്കും കുളിരിൽ കൂടേറാം, ഉയിരിനുയിരായലിയും ഇളനീർ കനവേൽ നിന്നെ കൊണ്ടോവാം. ഓ നെഞ്ചേ, ഓ നെഞ്ചേ, ഓ നെഞ്ചേ, ഓ നെഞ്ചേ, ഓ നെഞ്ചേ, ഓ നെഞ്ചേ, കണ്ണുകളാലേ കൊല്ലാതെ. ഓ നെഞ്ചേ, ഓ നെഞ്ചേ, ഓ നെഞ്ചേ, ഓ നെഞ്ചേ, ഓ നെഞ്ചേ, ഓ നെഞ്ചേ, കണ്ണുകളാലേ കൊല്ലാതെ. മഞ്ഞിനുള്ളിനുള്ളിൽ നിൽക്കും കുളിരിൽ കൂടേറാം, ഉയിരിനുയിരായലിയും ഇളനീർ കനവേൽ നിന്നെ കൊണ്ടോവാ. കനവിലേ മഴയിലേ നനവിലേ ചിറകുയരാം ഹൃദയമേ ശലഭമേ പ്രണയമേ. മലരിനെ മധുരമുണ്ണുന്ന സുഖം തരൂ, നല്ല പല പല പരിഭവ കവിതയെ കുറുകി നിൽക്കുന്ന പെൺകോപമേ. മുട്ടിൽ തൊട്ടാൽ നീട്ടുന്നൊരിഷ്ടം മറുകുമറയ്ക്കുന്ന മാൻകിടാവായി, തച്ചുഴികളാൽ വിരൽ തൊടുമ്പോൾ ചിരികൾ വിളിയാൻ വാ. കുഞ്ഞു കുഞ്ഞു കുറുമ്പായി കൂടാതെ, പെണ്ണായി മെല്ലെ പാടാതെ, അലമഞ്ഞി നിന്നെ നീട്ടാതെ.
സ്പർശികളാൽ തൊട്ടിത്തരാം നിഴലിൽ നിഴലും മകൾകാം വലയിലലയുന്ന പൊന്നീനു പോലെ അല്ലിത്തിങ്കളം മാനമാടും അനഘമേഘം നീ ഏതോ മായ മൗനം പോലെ ദൂരെ ദൂരെ മായും നേരം നീ എൻ കണ്ണിൽ കണ്ണീരായി മാറും ഓർമ്മപ്പൂവിൻ നോമൽ ചുണ്ടിൽ ഓരോ യാമം തീരുമ്പോഴും കാൽ കുഴഞ്ഞു വീഴും നിന്നുള്ളം നിൻ കനവിനാൽ ഒളിരുമെൻ തനുവിനെ ഒരു ഞൊടി നീ തൊടുമ്പോൾ മറയുമെൻ പരിഭവം ഓ നെഞ്ചേ ഓ നെഞ്ചേ ഓ നെഞ്ചേ ഓ നെഞ്ചേ ഓ നെഞ്ചേ ഓ നെഞ്ചേ കണ്ണാലെ കൊല്ലാം മഞ്ഞിനുള്ളിനുള്ളിൽ നിൽക്കും കുളിരിൽ കൂടേറാ ഉയിരിനുയിരായലിയും ഇളനീർ കനവിൽ നിന്നെ കൊണ്ടുവാ ഓ കനവിലേ മഴയിലേ നനവിലേ ചിറകുയരാം ഹൃദയമേ ശലഭമേ പ്രണയമേ പ്രണയമേ പ്രകൃതിയാകും ശക്തി നെഞ്ചിൽ ചേർക്കും മായവർണ്ണം ഉള്ളിനുള്ളിൽ തുള്ളിത്തൂവും മെയ്യെ തന്നെ മറക്കും നെഞ്ചിന്മേൽ മിടിക്കും മറ്റൊരു നെഞ്ചിൽ ചേരും സ്വർഗം അത് സ്വന്തമാക്ക് മനസ്സ് കൊണ്ട് മയക്കി ഇണക്ക് കണ്ണിലോ കവിത വിരിക്കാം നിഴൽ വിരിക്കാം കനവിൻ ചിറകിൽ നിറമൊരുക്കാം ശലഭമാക്കാം മധുരമണയും ആത്മശാന്തി ഒരു നാൾ കനവിൻ കടലിൽ തിരയാകും ആഗ്രഹങ്ങൾ സഫലമാക്ക് നിനക്കായി ദൈവം തന്നെ മണ്ണിൽ വന്ന് കവിതയാകും കവികളല്ലയോ അതിന് സാക്ഷി ഇനി നന്മ വിരിക്കാം നല്ല ചിന്തയാൽ വളവിടാത്തൊരു സ്നേഹമേകാം മനസ്സും തമ്മിൽ ഒന്ന് ചേരട്ടെ ഞങ്ങളുണ്ട് കൂട്ടെ പ്രണയ സാഫല്യത്തിനായി നമുക്ക് ഇവർക്കായി പ്രാർത്ഥിക്കാം ഇതെങ്ങനെയുണ്ട്? ഗുഡ്. ഒന്നിനും കൊള്ളില്ലെന്ന്. ഇതെങ്ങനെയുണ്ട്? നീ സെലക്ട് ചെയ്തതിൽ ഇതാണ് ബെസ്റ്റ്. ഞാൻ പറയുന്ന മൊത്തം നുണയാണെന്ന്. നിന്നെ ഉണ്ടല്ലോ. ഹേയ്. അളിയാടാ എന്റെ സെലക്ഷൻ ഒക്കെ എങ്ങനെ ഓ ഉണ്ടായിരുന്നു? നിന്നെയൊക്കെ ഷോപ്പിങ്ങിന് വിളിച്ചോണ്ട് വന്നെ വേണം പറയാൻ. ഹേ ഹേ ഹേ, സോനു അങ്ങനെ തന്നെ ഇരിക്കാൻ. എന്താടാ? ശരിക്കും സെലക്ട് ചെയ്യാനും അറിയില്ല. നീയൊക്കെ പഴഞ്ഞനെ. ഡാ, എന്താ കാര്യം? ഏയ് കൃഷ്ണ, കോളേജ് കഴിഞ്ഞിട്ട് നീ എവിടെയായിരുന്നു എന്തായിരുന്നു ഒരു വിവരമില്ലായിരുന്നല്ലോ. ദാറ്റ്സ് ഓക്കെ. കഴിഞ്ഞ ആഴ്ച എന്റെ കല്യാണം കഴിഞ്ഞത്. ഹേ കൺഗ്രാറ്റ്സ് മാൻ. താങ്ക് യു. ഇന്ന് വൈകിട്ട് ഫിഷർമാൻ കോയിലെ എന്റെ ബാച്ചിലർ പാർട്ടി. നീ വരുന്നു? നിങ്ങളും വരണം. പഠിക്കുമ്പോഴും ഒന്നിച്ചായിരുന്നു, ഇപ്പൊ ബാറിലും വെള്ളം അടിക്കുമ്പോ ഒന്നിച്ചാണ്. അരുണും സുന്ദറും മുംബൈ സെറ്റിലായി പൊളിച്ചോണ്ടിരിക്കുക. ഞാനൊരു 2 മാസത്തിൽ അങ്ങോട്ട് പോകും. ബൈ ദ വേ കൃഷ്ണ, സോനു അമേരിക്കയിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വന്നിരിക്കല്ലേ? അമേരിക്കയുടെ കാര്യം വിട്. മുംബൈ ബോംബെ is total fun. അവന്മാര് അങ്ങനെയൊക്കെ പറയും. അളിയെ കുറച്ച് ഒഴിക്കട്ടെ. ആ ശരി. മര്യാദ നോക്ക്. നീയും സോനും മുംബൈയിലേക്ക് വാ. കറക്റ്റ്. ഞാനും അരുണും നിങ്ങൾക്കൊരു ഉഗ്രൻ പാർട്ടി തരാം. ഓക്കെ? ഹേ ആദ്യം നിന്റെ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പാർട്ടി നടത്തിയാൽ മതി. ഇപ്പൊ പാർട്ടിയിൽ ചോറൊന്നല്ല, ഓൺലി ബിയറാ. Come on guys, have it. Excellent. ഇന്ന് മുഴുവൻ അടിക്കാൻ പോവാം. പാമ്പാവുന്ന ഞാൻ വാളും പരിചയം എടുക്കും. എടാ മോനെ, അതൊക്കെ ശരിയായിരിക്കും. കുറച്ച് എനർജിയെ നിന്റെ വൈഫിന് വേണ്ടിയും വെക്ക്. അതെ അതെ ശരിയാ. എന്താ ജോക്കാണോ? ആ എടാ, ഇത് കുറച്ചകത്ത് ചെന്നാലേ ചാർജ് ആവൂ. കുറച്ച് സമയം എടുത്താൽ മൂടങ്ങ് കേറും. എടാ അളിയാ, ഇന്നാ ഓരോ റൗണ്ട് കൂടെ അടിക്കും. ഒഴിക്ക് കൃഷ്ണക്ക് ഒഴിച്ചു കൊടുക്ക്. അവന് അവന് നല്ല കപ്പാസിറ്റിയാ. ആ പിന്നെ സോണു, ഈ വർഷം നീ എന്ത് ചെയ്യാൻ പോവാ? ഫൈനൽ ഇയർ PG. ആ സീനിയർ ആണല്ലേ, അപ്പൊ എല്ലാ കാര്യം അറിയാം. ആ പിന്നെ സോണു, ഇവന്റെ കൂടെ എന്താ ചെയ്യുന്നത്? ഇവൻ ഭയങ്കര തെണ്ടിയാണല്ലോ. എടാ എനിക്കറിയാം നീ എങ്ങനെയാണെന്ന്. ഇതേ ഇവനില്ലേ,
ഇവൻ എല്ലാ പെണ്ണുങ്ങളുടെ നമ്പർ വാങ്ങി പഞ്ചാരടിക്കലാ പണി. എടാ എടാ ആ പറഞ്ഞ സത്യ നിനക്കറിയാ സോനു, ഇവൻ കോളേജ് സമയത്ത് എത്ര പെണ്ണുങ്ങളെ ലൈൻ അടിച്ചിട്ടുണ്ടെന്ന്. പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത്, ഇവൻ കോളേജിൽ എന്താ ചെയ്തെന്നറിയാമോ? സൗമ്യയോട് തിയേറ്ററിലേക്ക് വരാൻ പറഞ്ഞ് അവൾക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്ത് ലിപ് ടു ലിപ് കിസ് അടിച്ചു മച്ചാ. വിശ്വസിക്കില്ല പ്ലീസ്. എടാ മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്, നിനക്കൊക്കെ എങ്ങനെയാടാ കല്യാണം നടന്നത്? വാട്ട്സ് റോങ് വിത്ത് മീ മാൻ? രാവിലെ മുതൽ ജോലി ചെയ്തിട്ടാ വീട്ടിലേക്ക് പോകുന്നത്. നമ്മൾ ടയേർഡായിരിക്കുമ്പോൾ വൈഫ് വന്ന് അടുത്തിരുന്ന് കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് നിങ്ങളെ പോലുള്ള കച്ചറകളുടെ ഒപ്പം വെള്ളം അടിയുമ്പോൾ കിട്ടുവോടാ. അതുകൊണ്ടാണല്ലോ രാത്രി എന്നെ വിളിച്ച് മറ്റവളുടെ നമ്പർ ചോദിച്ചത്. അതെയോ? എന്തുവാടാ അതിനുള്ളിൽ നീ തുടങ്ങിയോ? അതിന് മിസ്റ്റർ ലോങ് ഹെയർ ബ്രോ നിർത്തിയിട്ട് വേണ്ടേ തുടങ്ങാൻ? എടാ എടാ നോക്ക്, നിന്റെ വൈഫാ വരുന്നത്. അവളടുത്ത് ഇവനെ പറ്റി പറഞ്ഞാലോ? ആഹാ, അടിപൊളി മൂഡിലാണല്ലോ. ഒന്നുമില്ല, ചുമ്മാ ഇരിക്കട്ടെ. ഓ ശരി, എന്റെ വൈഫിന് വേണ്ടി അവസാനമായിട്ട് ഒരു റൗണ്ട് Cheers. കൊണ്ടുപോടാ. Cheers. Cheers. നിന്നെ കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ആ മതി മതി. നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നോ? അങ്ങനൊന്നും ഇല്ലെന്നേ. കോളേജിലായിരുന്നപ്പോ ക്ലോസ് ആയിരുന്നു, ഇപ്പൊ പക്ഷെ ഒരു ടച്ചും ഇല്ലെന്നേ. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞങ്ങള് ശരിക്കും മീറ്റ് ചെയ്യുന്നത് തന്നെ. ബ്യൂട്ടിഫുൾ സോങ്. ഹലോ, എന്താടാ ഇങ്ങനെ നോക്കുന്നേ? നിന്നെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? പോടാ നോടയാ. Are you okay? കൃഷ്ണ, അവള് മരിച്ചിട്ടുണ്ടാവും. അറിയില്ല. ഹേ നിക്ക്, പുറകില് വണ്ടി വരുന്നുണ്ട്. നീ വണ്ടി എടുക്ക. വണ്ടി എടുക്കാനല്ലേ പറഞ്ഞേ? എടാ എടാ, ആ ഫോണിങ് എടുത്തേ. ഇവളെന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നേ? ഏ കൃഷ്ണ, ഹായ്. ഹായ്. 2 ദിവസമായിട്ട് സോണുവിനെ കോളേജ് കണ്ടില്ലല്ലോ, നീയാണോ കാരണം? അങ്ങനൊന്നും പറയണ്ട, കോളേജിലേക്ക് തന്നെയല്ലേ വരുന്നേ. ഓ അത് ശരി. ഹായ് പ്രിയ. ഹായ് സോണു, നീ എന്താ വരാത്തത്? കാറിനൊരു ചെറിയ പ്രോബ്ലം, അതാ വർക്ക്ഷോപ്പിലേക്ക് വന്നേ. കാറിനാണോ അതോ നിനക്കും കൃഷ്ണയ്ക്കുമാണോ? ആ അങ്ങനെ നിൽക്കണേ. കുറച്ച് ഈ സൈഡിലേക്ക് വരുമോ? കുറച്ച് അങ്ങോട്ട്. ആ ആ ആ അങ്ങനെ നിൽക്ക്. താങ്ക് യു. സയൻസ് സ്റ്റുഡൻസ് എല്ലാവരും കോളേജ് ഗ്രൗണ്ടിൽ കോൺവോക്കേഷന് വേണ്ടി അസംബിൾ ചെയ്യേണ്ടതാണ്. ബാ പോകാം.
രാവിലെ മുതൽ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചതാ, നീ എന്താ ഫോൺ എടുക്കാത്ത? പ്രിയയുടെ കോൺവെക്കേഷന് ഞാൻ പോയിരുന്നു. അവള് നിന്നെക്കുറിച്ച് ചോദിച്ചു. സോനു, ആ ആക്സിഡന്റ് ഉണ്ടായപ്പോ മുതൽ എന്റെ ഉറക്കം പോയി കിടക്കുക. അറിയോ നിനക്ക്? സംഭവിച്ചതോർത്ത് നിന്റെ മുഖത്തൊരു ടെൻഷനും കാണുന്നില്ലല്ലോ. ഒന്നും സംഭവിക്കാത്ത പോലെ. എങ്ങനെ നിനക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നു? സോനു, ഞാനും അപ്സെറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നേ. അപ്സെറ്റോ? അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചെന്നെങ്കിലും നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ? ദേ നോക്ക്, നടന്നത് ഒരു ആക്സിഡന്റ് ആണ്. നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നീ അല്ലല്ലോ കാർ ഓടിച്ചത്, അതാ ഇത്ര ഈസി ആയിട്ട് പറയുന്നേ. ഹലോ കദീർ. ആ വാ വാ. ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നു. എന്റെ പണി മെനക്കെടുത്താതെ വന്ന് പ്രിന്റ് വാങ്ങി പോയിക്കോ. അതാ തൽക്കാലം നിനക്ക് നല്ലത്. ഓക്കെ ഓക്കെ. ഞാൻ തന്ന CD ഒക്കെ എന്തായി? പ്രിന്റ് എടുത്തോ? ആ, ഒരു മിനിറ്റ്. കൃഷ്ണ, ഇന്നാ നീ പ്രിന്റ് ചെയ്യാൻ തന്ന CD-യും ഫോട്ടോയും. എന്താ ഇത്? എല്ലാ ഫോട്ടോസിലും ഒരേപോലെ ഒരു വെള്ള വരയുണ്ടല്ലോ. പ്രിന്ററിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ചില ഫോട്ടോസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടിയില്ലല്ലോ. അതെ, ഫോട്ടോ നന്നായിട്ടുണ്ടെങ്കിൽ നീ ഉഗ്രൻ ഫോട്ടോഗ്രാഫർ ആണെന്ന് അർത്ഥം. നന്നായിട്ടില്ലെങ്കിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് അർത്ഥം. ഓക്കെ, നോക്കട്ടെ. പ്രിന്ററിൽ പ്രോബ്ലം വന്നാ അത് എന്റെ കുഴപ്പാ. അഥവാ CD-യിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ CD നോക്കട്ടെ. ഇത്രയും കാലം ഞാൻ പ്രിന്റ് എടുത്തിട്ട് ആരും കുറ്റം പറഞ്ഞിട്ടില്ല. എന്നിട്ടാ ഇന്ന് വന്നിട്ട് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഇട്ട് നോക്കിയാൽ അറിയാലോ പ്രോബ്ലം ആരുടെയെന്ന്. ഒരു മിനിറ്റ്. CD-യിൽ ഒരു മിസ്റ്റേക്കും ഇല്ലെന്നേ, ഞാനല്ലേ തന്നത്. അങ്ങനെയാണോ? അപ്പൊ ഇതെന്താന്ന് വന്ന് നോക്ക്. നോക്ക്. കൃഷ്ണ, 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 വാതില് തുറക്ക് കൃഷ്ണ.
യാ പപ്പ. എന്താ മോളെ സുഖല്ലേ? നോ ഡാഡ്. കൃഷ്ണയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവന്റെ വിസയെല്ലാം നോക്കിയല്ലേ? ആദ്യം പഠിത്തം കഴിയട്ടെ, എന്നിട്ട് വേണം നിങ്ങളുടെ കല്യാണം നടത്താൻ. ഓക്കെ ഡാഡ്. ബൈ. ബൈ. ഭഗവാന് ചന്ദനത്തിരി കത്തിക്ക് എത്രയും നേരം? മുതലാളി ആ ദൈവത്തിന് കാണിച്ചു കഴിഞ്ഞു, ഇനി ഈ ദൈവത്തിന്റെ മറ്റൊരു രൂപത്തിന് കാണിക്കട്ടെ. മതി കാണിച്ചത്, നിർത്ത്. ആരാടത്? നേരം വെളുക്കുമ്പോ തന്നെ ഓരോന്നും പറഞ്ഞു ഉടക്കാൻ വേറെ ആര്? നമ്മളെ വല്ല കസ്റ്റമർ ആയിരിക്കും. മോനെ ഞാൻ അങ്ങോട്ട് വരാം, കാണിച്ചു തരണം. തള്ളേ, ഒരു ഡീസന്റായ കടയിൽ വന്നിട്ട് ഒരു ഡീസന്റായ മനുഷ്യന്റെ മുമ്പിൽ നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല, നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? കട കാണാൻ ഡീസന്റ് ഒക്കെ തന്നെ, എന്നാ ഇവൻ ഡീസന്റ് ആയിട്ട് നടക്കുന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞു ബട്ടൺ ഇടുവെന്ന്. എക്സ്ക്യൂസ് മീ മാഡം, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഞാനൊരു ജേർണലിസ്റ്റാ. അത് ജനങ്ങളുടെ പ്രശ്നം. അതല്ല, എന്റെ നെഗറ്റീവ് ഞാൻ ഇവന്റെ അടുത്ത് ഡെവലപ്പ് ചെയ്യാൻ കൊടുത്തതാ. ഇവൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? ഞാൻ എന്താ ചെയ്തത്? ഞാൻ പോലും അറിയാതെ എന്റെ ഫോട്ടോ എടുത്ത് ഇവൻ ഒരു പരസ്യ കമ്പനിക്ക് വിറ്റു. വെരി ഗുഡ്. കൂൾ ഡൗൺ. പേപ്പറിലും പോസ്റ്ററിലും നിങ്ങളുടെ ഫോട്ടോ വന്നെങ്കിൽ അത് നിങ്ങൾക്കൊരു പബ്ലിസിറ്റി അല്ലേ? അതിനുശേഷം നിങ്ങൾക്ക് സിനിമയിൽ വലിയ ഹീറോയിൻ ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അതെ അതെ, ഇവൻ ചെയ്ത കാര്യത്തിന് എനിക്ക് സിനിമയിലല്ല ചാൻസ്, വേറെ ചാൻസാ വരുന്നത്. ഗുഡ്, വെരി ഗുഡ്. ഒന്ന് മിണ്ടാതിരിടാ. ഒരു കോണ്ടം പരസ്യത്തിൽ നീ എന്റെ ഫോട്ടോ ഇട്ടത് കാരണം ചിത്ര ചിത്ര എന്ന് എന്നെ ബഹുമാനത്തോടുകൂടി വിളിച്ചിരുന്നവരൊക്കെ കോണ്ടം ചിത്ര കോണ്ടം ചിത്ര എന്ന് ഒരു മാതിരിയായിപ്പോ എന്നെ വിളിക്കുന്നത്. ആ ആക്സിഡന്റിനെ കുറിച്ച് തന്നെ ആലോചിച്ച് കിടന്നു കാണും, അതുകൊണ്ടാ പേടിച്ചു പോയത്. cheer up. ഇന്നലെ പ്രിയയുടെ കോളേജ് ഫംഗ്ഷനിലെടുത്ത ഫോട്ടോസാ, എല്ലാം വേസ്റ്റായി. ഇതാ കണ്ടില്ലേ? ഫുൾ ഫോട്ടോസോ? ഇനി പ്രിയയോട് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. നീ എടുത്ത ഫോട്ടോസിൽ എന്താ ഈ വൈറ്റ് ലൈൻസ്? അറിയില്ലെന്ന്, ലെൻസിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിരുന്നിരിക്കും. കൃഷ്ണ, ഈ ഫോട്ടോ നോക്ക്. ആ പെൺകുട്ടി ചിലപ്പോ മരിച്ചുപോയോ? പ്ലീസ്, ആദ്യം തന്നെ കൊണ്ടുപോയി ഈ ക്യാമറ ശരിയാക്കണം. ഈ ക്യാമറയിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ അതോ ലെൻസിന്റെ കുഴപ്പമാണോ എന്ന് നോക്കാവോ? ഓക്കെ, 1 second. Just a minute. Yeah. കൃഷ്ണ, നീ എടുത്ത ഫോട്ടോസിലെ വൈറ്റ് ലൈൻസ് പോലെ ദാ ഈ ഫോട്ടോസിലും ഉണ്ടല്ലോ. കൃഷ്ണ, ആ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് പോയാലോ? ഹേയ്, നിനക്കെന്താ വട്ടു പിടിച്ചോ? നീ വരുന്നോ അതോ ഞാൻ തനിച്ചു പോയാ മതിയോ? സോനു, എക്സ്ക്യൂസ് മീ. ക്യാമറയിലും ഫോൾട്ട് ഇല്ല, ലെൻസിലും ഫോൾട്ട് ഇല്ല. ഒന്ന് വേഗാകട്ടെ. എല്ലാം ഇപ്പൊ ശരിയാവാ ആശാനെ. അതിന് നമുക്ക് അല്പം ചായ കുടിച്ചിട്ട് വന്നാലേ, കാലത്തൊട്ടൊന്നും കഴിച്ചില്ല, അതുകൊണ്ട്. അതൊക്കെ പിന്നെ നോക്കാം. എക്സ്ക്യൂസ് മീ, എന്തു പറ്റി? വല്ല ആക്സിഡന്റ് ആണോ? ഏതോ ഒരു കുടിയൻ 2 ദിവസം മുമ്പ് വെള്ളം അടിച്ച് വേലി പൊട്ടിച്ചതാ. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ആർക്കൊന്നും ആയില്ല, വേലി പൊട്ടിയെന്നേ ഉള്ളൂ. സത്യാണോ? ആർക്കൊന്നും പറ്റിയില്ലേ? എന്ത്? ഇല്ല, ഒന്നുമില്ല, താങ്ക് യു. ഇനിയും കഴിഞ്ഞില്ലേ? അതിനു മുമ്പേ തീർക്കാൻ ഇതെന്താ മാജിക്കോ? പണി ചെയ്തോണ്ടല്ലേ ഇരിക്കുന്നത്. എടാ
കൃഷ്ണയാ. പറയടാ. ഞാൻ ഒരു കാര്യം ചോദിച്ചില്ലേ, അത് ചെക്ക് ചെയ്തോ? എല്ലായിടവും ചെക്ക് ചെയ്തടാ. ആണോ? അതെ. ഷുവർ ആണല്ലോ? ഷുവർ. എല്ലാ സ്ഥലത്തും ചെക്ക് ചെയ്തോ? സിറ്റി ഫുള്ളായി അരിച്ചു പെറുക്കിയിട്ടുണ്ട്. ഓക്കെ. ഞാൻ അവനോട് പോലീസിലും ഹോസ്പിറ്റലിലും അന്ന് എന്തെങ്കിലും ആക്സിഡന്റ് കേസ് റിപ്പോർട്ട് ആയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും റിപ്പോർട്ട് ആയിട്ടില്ലെന്ന്. അതെങ്ങനാ? അപ്പൊ പെൺകുട്ടിക്ക് എന്തു പറ്റി? അവൻ ശരിക്കും ചെക്ക് ചെയ്തോ ഇല്ലയോ? നിന്റെ മുമ്പിൽ വെച്ചല്ലേ സംസാരിച്ചത്. ഞാൻ പറയുന്നതൊക്കെ നീ കേട്ടോണ്ടിരുന്നല്ലേ? അയ്യോ കൃഷ്ണ, അത്ര സ്പീഡിലാ നമ്മൾ അവളെ ഇടിച്ചത്. അവക്കൊന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞാൽ എങ്ങനാ? ചിലപ്പോ അവൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൾക്കൊന്നും പറ്റിക്കാണില്ല. അഥവാ അവക്കൊന്നും സംഭവിച്ചില്ലെങ്കിലും ഐ ഫീൽ നീ എടുത്ത ഫോട്ടോസിൽ എന്തോ ഉണ്ട്. എടാ, എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. ഇതേതോ ഭൂതോ പ്രേതോ ഒക്കെ ആണെന്നാ തോന്നുന്നത്. നീ സൂക്ഷിച്ച ജീവൻ രക്ഷപ്പെടും. എടാ, ഇതുവരെ ഞാൻ എത്ര ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ ആനക്കാരിയായിട്ട് വന്ന് കാണിക്കുന്നല്ലോ. ഹേ, അതല്ലെന്നേ. ഈ ഫോട്ടോസ് കാണുമ്പോ എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നില്ലേ? ശരി, ഓക്കെ. നിനക്ക് ഞാൻ കുറച്ച് പ്രേതപടം കാണിച്ചു തരട്ടെ. വെയിറ്റ്, ഇപ്പൊ കാണിച്ചു തരാം. നോക്ക്, ഇത് പ്രേതം, ഇത് പ്രേതം, ഇതും പ്രേതം. ഇപ്പൊ ഈ പ്രേതം എവിടെ നിന്ന് നിനക്കറിയോ? 4 ഷോപ്പിന്റെ അപ്പുറം ഒരു STD ബൂത്ത് വെച്ചിരിക്കുക. വിശ്വാസമില്ലെങ്കിൽ നീ നേരിട്ട് പോയി നോക്ക്. കനകം എന്നാ പേര്. ഇതവളാ, ഇതും അവളാ, ഇതും അവളാ. ഇതെല്ലാം ഒറ്റ ദിവസം എടുത്തതാ. അപ്പൊ ഇത് കണ്ടിട്ട് കനകത്തിന്റെ പിന്നിൽ ഒരു പ്രേതം ഉണ്ടെന്ന് നീ പറയോ? ഇത് ഡബിൾ എക്സ്പോഷറോ ഔട്ട് ഓഫ് ഫോക്കസോ ആണ്? ഹേ, അതെനിക്ക് അറിയാവുന്നേ. Dear students, everyone is familiar with this place. It is just an ordinary location which we pass by every day. Look at these pictures, which is taken at the same place. It shows what a photography can reproduce. In these pictures, the bridge looks nicer, which means photography does not reproduce reality. And what is concealed and what is revealed, your perspective is critical. And you will have to understand, photography does not always reveal reality. The actual thing is different. സോനു, ഇന്നെന്താ നേരത്തെ എത്തിയത്? നിക്ക്, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാം. ഹലോ. ആ കൃഷ്ണ, ഞാനാ സോനു. ക്യാൻ യു കം ടു ഷൊർണൂർ? ഞാൻ ഫോൺ ചെയ്തപ്പോ നീ എന്താ ഒന്നും മിണ്ടാഞ്ഞേ? ഇസ് ദർ എനി പ്രോബ്ലം?
ഇതൊന്ന് നോക്കിയേ. പ്രേതങ്ങൾ സത്യമാണോ? ഇതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, പക്ഷേ ഈ ബുക്കിന്റെ എഡിറ്ററെ ഒന്ന് പോയി കാണണം. We'll go tomorrow. എന്തു പറ്റി? അറിയില്ല, കഴുത്തിന് വല്ലാത്ത വേദന. അന്ന് ആക്സിഡന്റ് ആയത് മുതൽ ഇങ്ങനെ തന്നെയാ. എന്നാ ഒന്ന് ഡോക്ടറെ കാണിച്ചൂടെ? എന്തിനാ ഇപ്പോഴിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ? ചെറുതായിട്ടൊന്ന് ഉളിക്കിയതായിരിക്കും. ഇതിനൊക്കെ ഡോക്ടറിനെ കാണേണ്ട കാര്യമില്ല. പറഞ്ഞാ കേക്കില്ലല്ലോ, ലേസി ഫെലോ. ഇപ്പൊ നമ്മൾ ഈ പത്ര ഓഫീസിൽ എന്തിനാ പോകുന്നത്? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ജേർണലിസ്റ്റ് ആണോ? സ്റ്റുഡൻസാ. ഞങ്ങളുടെ കോളേജ് ന്യൂസ് പേപ്പറിന് വേണ്ടിയാ കാണാൻ വന്നത്. കൃഷ്ണ, ആ ഫോട്ടോസൊക്കെ നോക്കിയേ. അത് കണ്ടില്ലേ? എല്ലാ ഫോട്ടോസിലും ഒരു രൂപം കാണുന്നുണ്ട്. അപ്പൊ ഈ ഗോസ്റ്റ് ഇമേജസ് ഒക്കെ സത്യമല്ലേ? ഡിഡ് യു ക്രിയേറ്റ് ദം? ജയ്, തൊൽക്കാപ്പ്യൻ സാറെ കാണാൻ വന്നിട്ടുണ്ട്, ചെന്ന് പറ. പത്രത്തിൽ വരുന്നതെല്ലാം സത്യമല്ല. പത്രത്തിന് സർക്കുലേഷൻ ഉണ്ടാവണം, അതാണ് പ്രധാനം. അതിനുവേണ്ടി ഇതുപോലെയുള്ള ഫോട്ടോസ്, ന്യൂസ് ഇങ്ങനെയുള്ളതൊന്നും പബ്ലിഷ് ചെയ്യാറില്ല. അതിൽ തെറ്റുമില്ല. പക്ഷെ പല ആൾക്കാരും ഇത് സത്യമാണെന്ന് വിചാരിക്കുന്നു. അവരെ നിങ്ങൾ പറ്റിക്കുന്നതിൽ തെറ്റില്ലേ? ഞങ്ങളുടെ വായനക്കാർക്ക് ഇതുപോലുള്ള പ്രേമകഥകൾ വായിക്കുന്നതിലല്ല താല്പര്യം. അവർക്ക് ഇതുപോലുള്ള ഫോട്ടോസിലാണ് കൂടുതൽ താല്പര്യം. സോ അവർ കൂടുതൽ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ഞങ്ങൾ കൊടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഇതൊന്നും തന്നെ സത്യമല്ലേ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇതാ കണ്ടോ, ഇതെന്റെ മോന്റെ ബർത്ത്ഡേയുടെ എടുത്ത ഫോട്ടോയാ. ഇതിൽ കാണുന്ന രൂപം കാഴ്ചയിൽ എൻ്റെ അമ്മയെ പോലെയാ തോന്നുന്നത്. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ഫോട്ടോസ് എടുക്കുമ്പോൾ എൻ്റെ അമ്മ ജീവനോടെ ഇല്ല. മരിച്ചുപോയവരുടെ ആത്മാവ് ചില സമയങ്ങളിൽ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഈ ഫോട്ടോസ് എല്ലാം ഒരു സെൻസേഷനേ അല്ല. അതിൽ എന്തോ ഒരു മെസ്സേജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഫോട്ടോ ആൽബം നോക്ക്. നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോസ് എല്ലാം ഞങ്ങളുടെ ക്യാമറയിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ എടുത്തതാ. ഓരോ ഫോട്ടോസിലും ആത്മാവിന്റെ രൂപം കാണാൻ കഴിയും. അത് ഞങ്ങൾ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലുക്ക്. ഇതില് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താന്ന് വെച്ചാല്, മരിച്ചവരുടെ ആത്മാവ് എന്തിന് ജീവനോടെ ഇരിക്കുന്നവരെ കാണാൻ വരണം? അതുമാത്രമല്ല, ഈ രൂപങ്ങളെല്ലാം ഈ ഫോട്ടോയിലുള്ളവരുമായി ബന്ധമുള്ളവരായിരിക്കണം. അച്ഛൻ, അമ്മ, ലവർ, ഇല്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ട ആരെങ്കിലും ആയിരിക്കണം. പക്ഷെ ഇതൊക്കെ സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കുന്നത്? ഒരുപക്ഷെ ഡെവലപ്പിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസോ ആയിക്കൂടെ? ശരി, സംഭവിച്ചേക്കാം. എന്നാൽ പോളോറൈഡ് ഫോട്ടോസിലും ഇങ്ങനെയൊരു രൂപം കാണാൻ കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? ലുക്ക്. പോളോറൈഡ് ക്യാമറയെ വിശ്വസിക്കണോ? ഇതാ ഇതുപോലെ ക്യാമറയിൽ ഫിലിം ലോഡ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ തന്നെ ഫോട്ടോ പുറത്തു വരുന്നു. ഇനി പറയേ, ഈ ഫോട്ടോസ് എല്ലാം എങ്ങനെയാ തട്ടിപ്പാണെന്ന് പറയാ? അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? അവരുടെ ആവശ്യം എന്താന്ന് എങ്ങനെ അറിയാ? അറിയില്ല. ഒരു പക്ഷേ അവർക്ക് എന്താണ് ആവശ്യമെന്നതിനുള്ള ഉത്തരം ആ
ഫോട്ടോയിൽ തന്നെ ഉണ്ടാവാം. ഹലോ ഹലോ, ആരാ? ഞാൻ കതിരാണ് ആ, സംസാരിക്കുന്നത്. പറഞ്ഞോ കതിർ. ഒരു നല്ല ക്യാഷ് ടീമിനെ കിട്ടിയിട്ടുണ്ട്. നീ വേഗം സ്റ്റുഡിയോയിലേക്ക് വാ. ഞാനൊരു അർജന്റ് വർക്കിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. എന്ത് അർജന്റ് വർക്ക്? നിന്റെ ഗേൾ ഫ്രണ്ട് ഉള്ള സ്ഥലം പറഞ്ഞാൽ പെട്ടെന്ന് പോവല്ലോ. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല, ഞാൻ വന്നേക്കാം. എവിടെയാടോ? മുകളിലേക്ക് ചെല്ല്. എടാ എടാ, ഒന്ന് ഫ്ലാഷ് ചെയ്തേ. ഓക്കേ. തോളത്ത് കൈ ഇട്ടോളൂ. അങ്ങനെ തന്നെ നിൽക്കണേ. സ്മൈൽ. താങ്ക് യു. പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വന്നോളൂ. ആ എടാ, ആ പറ. ഇവരെ ട്രയൽ റൂമിലേക്ക് വിളിച്ചോണ്ട് പോകും. വരൂ വരൂ. ഹേയ്, ആരാ അത്? ലൈറ്റ് ഇട്ടേ. കതിരാണോ? ആ, വെറുതെ കളിക്കല്ലേ. എടാ, നീ അവിടെ ഉണ്ടോ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആരാ ഇത്? ഹലോ, ഒന്ന് താഴെ ഇറങ്ങൂ. ഇനി നിന്നോളൂ. നിങ്ങൾ ഈ ഇടയായി റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല ഡോക്ടർ. എത്ര നാളായിട്ടുണ്ട് ഈ വേദന? കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി, അതിനുശേഷമാണ് ഇങ്ങനെ. ആക്സിഡന്റോ? എക്സ്റേയിൽ അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. പേടിക്കാനായിട്ടൊന്നും തന്നെയില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ഭയങ്കര വേദനയാണ് ഡോക്ടർ. ഒരു പക്ഷേ വർക്കിന്റെ സ്ട്രെയിൻ ആയിരിക്കും. ഈ മെഡിസിൻ ട്രൈ ചെയ്യ്. മിസ്റ്റർ കൃഷ്ണ, യാ, ഈ മെഡിസിൻസ് 2 ആഴ്ച തുടർന്ന് കഴിക്കണം. 18-ാം തീയതി വീണ്ടും വരണം. തെണ്ടി. എക്സ്ക്യൂസ് മീ. എന്താ? ഇല്ല, ഒന്നുമില്ല. ഫ്രോഡ്. മഹാ തെണ്ടി. സാർ, സാർ, സാർ. ഇത് അത്ഭുതകരമായ കാഴ്ചയാണ്. ആൺ പച്ചത്തുള്ളന് കാമം തോന്നുന്ന സമയത്ത് പെൺ പച്ചത്തുള്ളന് 100 മീറ്റർ അകലെ നിന്ന് കണ്ടറിയുന്നു. പിന്നീട് ആൺ പച്ചത്തുള്ളൻ വളരെ ശ്രദ്ധയോടെ പെൺ പച്ചത്തുള്ളനെ സമീപിച്ച് അതിൻ്റെ വയറിന് മുകളിൽ കയറി നിൽക്കുന്നു. അതിനുശേഷം രണ്ടും ഇണചേരാൻ ആരംഭിക്കുന്നു. അപ്പോൾ പെൺ പച്ചത്തുള്ളന്റെ പ്രവൃത്തി നമ്മെ ഞെട്ടിപ്പിക്കുന്നു. അതായത് ഇവ രണ്ടുപേരും ഇണ ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പെൺ പച്ചത്തുള്ളൻ ആൺ പച്ചത്തുള്ളന്റെ തല കടിച്ചു പറിച്ച് അതിന് മുഴുവനായി ഭക്ഷിക്കുന്നു. അങ്ങനെ ആൺ പച്ചത്തുള്ളൻ ദയനീയമായി മരിക്കുന്നു. Damn it!
ആരാ 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 അത്? എടാ നീയായിരുന്നു? എന്താടാ പറ്റിയത്? നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? പറയടാ. എടാ കൃഷ്ണ, ഞാൻ മരിക്കാൻ പോവാടാ. എടാ നീ എന്തായി പറയുന്നേ? എന്താ പറ്റിയത് നിനക്ക്? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എടാ കൃഷ്ണ, ആ ഫോട്ടോസ് എവിടെയാടാ? ഏത് ഫോട്ടോസാടാ? നിനക്കെന്താ വട്ടു പിടിച്ചോ? കുടിച്ചിട്ടുണ്ടോ നീ? ആ ഫോട്ടോസ് എവിടെയാടാ വെച്ചിരിക്കുന്നേ? ഏത് ഫോട്ടോസാടാ? ഡാ, അവളുടെ ഫോട്ടോസ് എനിക്ക് താടാ. ഹേ റിലാക്സ്. ഏത് ഫോട്ടോസാടാ? എടാ, ആ ഫോട്ടോസ് നിനക്ക് ഓർമ്മയില്ലേ? എടാ എനിക്കറിയില്ല. നീ എന്തിനെ കുറിച്ചാ സംസാരിക്കുന്നത്? എടാ, നിന്റെ വൈഫിനോട് പറഞ്ഞാലേ ശരിയാവുള്ളൂ. വെള്ളം ഒടിച്ച വയറ്റി കിടക്കണം. ഹായ്, നീ എന്ത് ചെയ്യാ? ബുക്സ് അറേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. എടാ, നിന്റെ കഴുത്ത് വേദന ഇതുവരെ മാറിയില്ലേ? പോയില്ല. ടേക്ക് ഇറ്റ് ഈസി. വർക്ക് ലോഡ് കാരണമായിരിക്കും. മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? അവർക്ക് എന്താണ് ആവശ്യമെന്നതിനുള്ള ഉത്തരം ആ ഫോട്ടോയിൽ തന്നെ ഉണ്ടാവാം.
ഇതല്ല ഞാൻ പുറത്തുനിന്ന് ഫോട്ടോ എടുത്ത ജനൽ. ഒന്ന് ഇവിടുന്ന് എടുത്തു നോക്കാം. ശരവണ, എടാ കതവ് തുറക്കടാ, തുറക്കടാ. ശരവണ, ശരവണ, എടാ നീ എവിടെയാ ഉള്ളത്?
ഷൂട്ട്. കൃഷ്ണ, സൈൻ പ്ലീസ്. ശരവണൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു. അതെന്തായിരുന്നു അറിയോ? സോറി. നിങ്ങളൊക്കെ എന്താ ചെയ്തത്? നിങ്ങൾ എന്താ പറയുന്നത്? അതല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ ഇങ്ങനെ എല്ലാവരും മരിക്കുന്നത്? വേറെ ആരാ? നിങ്ങളുടെ മറ്റേ രണ്ട് ഏത് രണ്ട് ഫ്രണ്ട്സ്? അരുണും സുന്ദറും. നിങ്ങളത് അറിഞ്ഞില്ലേ? അവരും ഇതുപോലെ തന്നെയാ മുംബൈയിൽ വെച്ച് ടെറസിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. കൃഷ്ണ, ഇത് ഏതായി പെൺകുട്ടി? ഇത് നിനക്ക് എങ്ങനെ കിട്ടി? ഇവളെയല്ലേ നമ്മൾ ആ ഫോട്ടോയിൽ വെച്ച് കണ്ട രൂപം? റൈറ്റ്? നിനക്കും ഇവൾക്കും തമ്മിൽ എന്താ ബന്ധം? പറയ് കൃഷ്ണ, എന്തായാലും തുറന്നു പറ. ദയവ് ഇത് സത്യം മാത്രം മറച്ചു വെക്കരുത് പ്ലീസ് കൃഷ്ണ. എനിക്ക് അവളെ കോളേജിൽ പഠിക്കുമ്പോൾ അറിയാം. അവളുടെ പേര് നന്ദിനി. നന്ദിനി വളരെ റിസർവ് ടൈപ്പാണ്. ആരോടും അത്രയ്ക്ക് സംസാരിക്കുകയോ ഇടപെടുകയോ ഇല്ല. അവൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് ആരും ഇല്ലെന്നേ. ഞാനും എൻ്റെ ഫ്രണ്ട്സും വേറൊരു രീതിയിൽ അവളെ കണ്ടത്. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അവളോട് ഇഷ്ടം തോന്നി. അതിനുശേഷം ഞാനും നന്ദിനിയും വളരെയധികം ക്ലോസ് ആയി. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞില്ല. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ വളരെ സീക്രട്ട് ആയിട്ട് വെച്ചു. അവൾക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞ പോലെ നടന്നില്ലേ? എന്താണ് അവൾ ഹിസ്റ്റീരിക്കലായിട്ട് ബിഹേവ് ചെയ്തു തുടങ്ങി.
അവളുടെ കൈ മുറിച്ചു. അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നാ എന്റെ ഫ്രണ്ട്സിന് ഇതൊക്കെ വെറും ഒരു കളിയായിരുന്നു. അതിരിക്കട്ടെ, നിന്റെ ഫ്രണ്ട്സിനും അവൾക്കും തമ്മിൽ എന്താ പ്രോബ്ലം? അവര് എന്ത് ചെയ്തുന്നാ? ഞാൻ അവനോട് ഹെൽപ്പ് ചോദിച്ചു. അവനെല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവളെ മീറ്റ് ചെയ്തില്ല. പതുക്കെ ഞാൻ അവളെ അവോയ്ഡ് ചെയ്തു തുടങ്ങി. സഡൻലി അവള് കോളേജ് വിട്ട് തന്നെ പോയി. അവള് വിശ്വസിച്ചത് നിന്നെയല്ലേ? നീ എങ്ങനെ അവളുടെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യാൻ സമ്മതിച്ചു? എനിക്കറിയില്ലായിരുന്നെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇപ്പൊ അവരെല്ലാരും മരിച്ചു. ഇനി അടുത്തത് ഞാനായിരിക്കും ചാകാൻ പോകുന്നത്. നന്ദിനിയെക്കുറിച്ച് നിന്നോട് പറയാതെ മറച്ചു വെച്ചതിന് നീ എന്നെ വെറുക്കില്ലല്ലോ അല്ലേ? ഇല്ല. ഞാനൊരിക്കലും മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ലെന്നേ, സത്യമായിട്ടും. ഞാൻ തന്നെ അതിനെക്കുറിച്ച് മറക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത് സോനു. എന്നെ തെറ്റിദ്ധരിക്കല്ലേ പ്ലീസ്. ഇല്ല, തെറ്റിദ്ധരിച്ചിട്ടില്ല. പക്ഷെ നിനക്കത് എന്നോട് പറയായിരുന്നു. ശരി, ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഉറങ്ങാൻ നോക്ക്. ഓരോ മനുഷ്യനും തെറ്റ് ചെയ്തതിന് ശേഷവും ഒരു ചാൻസ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കാം. പക്ഷേ ആർക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടാറില്ല അല്ലേ? കൃഷ്ണ, എന്തിനാ ഇപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്നേ? അതല്ല സോനു, അവളിപ്പോ എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും? അവൾക്കൊരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കാണോ? അവളുടെ അഡ്രസ് നിന്റെ കയ്യിലുണ്ടല്ലോ. നാളെ നമുക്ക് അവളുടെ വീട്ടിലേക്കൊന്ന് പോകാം. ഇപ്പൊ നീ ഉറങ്ങ്. Shit! കൃഷ്ണ, വാട്ട്സ് ബോദറിംഗ് യു? എന്തിനാ വണ്ടി ഇത്ര സ്പീഡിൽ ഓടിക്കുന്നേ? കൃഷ്ണ, കൃഷ്ണ, എന്ത് പറ്റി നിനക്ക്?
ആ അത് 1 കിലോ കേട്ടോ. ആപ്പിൾ വേണോ? അത് 1 കിലോ കേട്ടോ. ആ പിന്നെ മോന് മുന്തിരിങ്ങ വേണടാ. മുന്തിരിങ്ങ ഒന്ന് വേണമെങ്കിൽ കഴിച്ചു നോക്ക്. വേണ്ടേ? അത് 1 കിലോ കേട്ടോ. അതും വേണം. ഈ അഡ്രസ് എവിടെയാ? വേണ്ട മോനെ. അത് നന്ദിനി നിവാസ്. ഇത് നമ്മുടെ മുടപ്പനൂർ കാവിൻ്റെ അടുത്താണ്. സാറൊരു കാര്യം ചെയ്യും, നേരെ ചെല്ലുക. ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം താനൂർ റോഡ് ലെഫ്റ്റിലേക്ക് തിരിയും. അതിലേക്ക് തിരിഞ്ഞു പോയാൽ അവിടെ ചെന്ന് ആരുടെ ചോദിച്ചാലും പറഞ്ഞുതരും. എന്താ? ഇത് നന്ദിനിയുടെ വീടല്ലേ? നിങ്ങൾ ആരാണ്? ഞങ്ങള് നന്ദിനിയുടെ ഫ്രണ്ട്സാ. ഓ, നന്ദിനിയുടെ കൂട്ടുകാരാണോ? വരൂ വരൂന്നേ. വെള്ളം കുടിക്കൂ. ചെന്നൈയിൽ നിന്നാണോ വരുന്നത്? എപ്പോഴാ വന്നത്? ഇന്ന് മോർണിംഗ്. മാം, നന്ദിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഓ, നന്ദിനിക്ക് വലിയ സുഖമില്ല. മുകളിൽ കിടന്ന് ഉറങ്ങാ. വിളിക്കണോ? നന്ദിനിയെ കാണാൻ ഇതുവരെ കൂട്ടുകാരും വന്നിട്ടില്ല. നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാ അവൾക്ക് സന്തോഷാവും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ പോവാ. നിങ്ങള് ഊണ് കഴിച്ചിട്ട് ഇവിടുന്ന് പോകാവൂ കേട്ടോ. പോയേക്കരുതേ, ഞാൻ ഇപ്പൊ വരാം. നന്ദിനി, നിന്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. നീ കിടന്ന് ഉറങ്ങുകയാണോ? എഴുന്നേൽക്ക്, എഴുന്നേറ്റ് താഴെ വാ. കൃഷ്ണ, നീ എവിടെ പോവാ? ഇങ്ങോട്ട് വന്നേ. എന്താ? അങ്ങോട്ട് നോക്ക്. എന്തിനാ ഇവിടെ വന്നത്? ആന്റി, നന്ദിനിക്ക് എന്താ സംഭവിച്ചെന്ന് ഒന്ന് പറയാമോ? അവളെ എന്തിനാ ഇങ്ങനെ വീടിന്റെ പുറകുവശത്ത് മറവ് ചെയ്തിരിക്കുന്നേ? പറ്റില്ല, എന്റെ മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, പക്ഷേ ഈ ഫോട്ടോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ പ്ലീസ്. ഇത് നന്ദിനി പഠിച്ച കോളേജിൽ എടുത്ത ഫോട്ടോസാ. അവള് കോളേജിൽ പഠിക്കുമ്പോ പോയ സ്ഥലങ്ങളിലെല്ലാം ഈ ഫോട്ടോസിൽ കാണുന്ന ആള് അവള് തന്നെയാണോന്ന സംശയം. നന്ദിനിയുടെ ആത്മാവിന് ഇപ്പോഴും ഒരു സമാധാനം കിട്ടിയിട്ടില്ല. എന്റെ മോളെ ആരെയൊക്കെയോ കാണാൻ പോകുന്നല്ലോ.
എന്നെ എന്താ കാണാൻ വരാത്തത്? എന്റെ മോൾക്ക് എന്താ സംഭവിച്ചത്? എന്തിനാണ് കോളേജ് പകുതിയിൽ വെച്ച് നിർത്തിയത്? നിങ്ങൾക്കറിയാമോ? മാം, ആന്റി, നന്ദിനിയുടെ ബോഡി ഒന്ന് ദഹിപ്പിക്കണം. അപ്പോഴേ അവളുടെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. അതിന് ചെയ്യാനുള്ള ചടങ്ങെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം, പ്ലീസ്. നന്ദിനിക്ക് 10 വയസ്സായിരിക്കുമ്പോഴേ അവളുടെ അച്ഛൻ മരിച്ചുപോയി. ഈ നാട്ടില് അവർക്ക് ഹോസ്പിറ്റൽ, എസ്റ്റേറ്റ് തുടങ്ങിയ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്നിട്ടും നന്ദിനിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അവളുടെ അമ്മ ഈ നാട്ടിലെ ഒരാളോട് പോലും സംസാരിക്കാനോ ഇടപഴകാനോ ചെന്നിട്ടില്ല. നന്ദിനി വിദ്യാഭ്യാസം പാതിയിൽ ഉപേക്ഷിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തിനാണെന്ന് മാത്രം ആർക്കും അറിയില്ല. അവളും പറഞ്ഞില്ല. ചെന്നൈയിൽ വെച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കണം. ഒരു ദിവസം നന്ദിനി അവളുടെ വീടിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അവൾക്ക് വേണ്ടി ആ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും എന്തിനും സന്നദ്ധരായിരുന്നു. പക്ഷെ നന്ദിനിയുടെ അമ്മ ആരോടും വരണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും നാള് ശരീരം ദഹിപ്പിക്കാതെ വീട്ടിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു എന്ന കാര്യം ഞങ്ങളും ഇപ്പോഴാണ് അറിയുന്നത്. എന്നാലും ഞങ്ങളുടെ നാട്ടിൽ ഇതുവരെ അസ്വാഭാവികമായ ഒരു കാര്യവും നടന്നിട്ടില്ല. കൃഷ്ണ, എന്തുപറ്റി? എന്താ, ഉറക്കം വരുന്നില്ലേ? നീ അവളെ ശരിക്കും സ്നേഹിച്ചിരുന്നോ? ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് അവളുടെ മേലിൽ സഹതാപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അതാലോചിക്കുമ്പോഴാ എനിക്ക് തന്നെ എന്നോട് ദേഷ്യം വരുന്നു. അവളുടെ റിലേഷൻഷിപ്പ് ഞാൻ ബ്രേക്ക് ചെയ്തതാണ്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുതന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾക്കിപ്പോ കാരണം. എന്റെ ജീവൻ പോയാലേ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് വെച്ചാൽ ഞാൻ ചാവാനും റെഡിയാണ്. ഡാ, നീ എന്തിനാ ഇപ്പോ മരണത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നേ? ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നേ? അതല്ല സോനു, ഞാൻ ചാവുന്നത് വരെ ഈ പ്രശ്നം തീരില്ല. അവളുടെ ആത്മാവിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. കൃഷ്ണ,
ആവശ്യമില്ലാത്ത കാര്യം എന്തിനാ ആലോചിക്കുന്നത്? ഇത്രയും ദൂരം നമ്മൾ അവക്ക് വേണ്ടിയല്ല വന്നത്. അത് അവക്കും മനസ്സിലാവും. ഉറപ്പായും അവള് നിന്നോട് ക്ഷമിക്കും. ഐ എം സോറി സോനു. ഞാൻ കാരണം നീ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. എന്ത് സംഭവിച്ചാലും നീ മാത്രം എന്നെ വിട്ടിട്ട് പോകരുത്. പ്ലീസ് സോനു. നീ എവിടെ പോയതാ? എന്നെ എന്തിനാ തനിച്ചാക്കി പോയത് കൃഷ്ണ? നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ ഒന്ന് പോണം. വാ. തിണ്ടി, എന്നെ എന്തിനാണ് തനിച്ചാക്കി പോയത്? പറയടാ, പറയടാ തിണ്ടി, പറയടാ എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്? പറയാൻ.
കൃഷ്ണ, ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? എങ്ങനെ നിനക്ക് ഇത്രയും മുറിവ് പറ്റിയത്? കൃഷ്ണ, ഞാൻ സോനു ആടാ. റിലാക്സ്, റിലാക്സ്. എന്തിനാ പേടിക്കുന്നേ? ഇനി നിനക്കൊന്നും സംഭവിക്കില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ 11 മണിക്ക് നന്ദിനിയുടെ ബോഡി അവര് ദഹിപ്പിക്കാൻ പോവാണത്രേ. ഇനി ഒന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് ഓവർ. ഹായ് സോനു. ഹായ് കതിർ. ഇന്നെന്താ നീ പ്രിന്റ് വാങ്ങാൻ വന്നത്? കൃഷ്ണ എവിടെ? അവൻ കുറച്ച് ബിസിയാ, അതുകൊണ്ടാ ഞാൻ വന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്. അവൻ എപ്പോഴും ബിസി ആയിരിക്കുന്നതാ നല്ലത്. അപ്പോഴല്ലേ നീ ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ. അയ്യടാ. ഇന്നാ നിന്റെ പ്രിന്റ്. ഓക്കേ. ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാം. അതിൽ എന്താ ഉള്ളത്? ഞാനും നോക്കട്ടെ. സോനു, ഈ ഫോട്ടോ. ഈ ഫോട്ടോസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഈ ഫോട്ടോയില് ഇതില് നിനക്ക് കുറച്ച് തടി കൂടിയിട്ടുണ്ട്. അതെ, ഞാനും കൃഷ്ണയും കൂടി പാലക്കാട് പോയപ്പോ എടുത്ത ഫോട്ടോസാ. അതുകൊണ്ടാ അങ്ങനെ. അവിടെ പോയി നല്ലോണം അടിച്ചു പൊളിച്ചു. ഓക്കെ, താങ്ക് യു. ബൈ. ആ കതിർ, ഇത് കൃഷ്ണയുടെയാ. പഴയ ക്യാമറയിലുണ്ടായിരുന്ന ഫിലിമാ. ഇതും കൂടി അങ്ങനെ ഇപ്പോ പ്രിന്റ് ചെയ്ത് തന്നേക്ക്. പക്ഷേ ഇവിടെ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ആ, എന്നാ ഇവിടെ ഇരിക്കും. സോനു, ഇതാ പ്രിന്റ് റെഡി. താങ്ക് യു. കോണ്ടം ചിത്രം വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടോ? ഒരു മിനിറ്റ് സോനു.
എല്ലാരും പോയ പിന്നെ ഈ കഥകാരടക്കിയ കുടിക്കടി. ഹേയ് നിക്കടി. സോനു, ഹേ, എന്തിനാ കരയുന്നത്? യു ചീറ്റ്. എങ്ങനെ നിനക്ക് ഇത്ര ക്രൂരമായിട്ട് ചെയ്യാൻ സാധിച്ചത് കൃഷ്ണ? ഈ ഫോട്ടോ നിനക്ക് എങ്ങനെ കിട്ടി? ഛേ! ഇത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവനും ഞാൻ വിഡ്ഢിയായി ജീവിച്ചേനെ. അല്ലേ കൃഷ്ണ? സോനു, 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 ഞാൻ പറയുന്നത് കേക്ക്. പ്ലീസ് നിക്ക്. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഒന്ന് കേക്ക് പ്ലീസ്. ഇനി എന്താണ് നിനക്ക് പറയാൻ? ഐ ഓൾവേസ് ബിലീവ്ഡ് യു. നിന്നെ ശരിക്കും മനസ്സിലാക്കിന്ന ഞാൻ വിശ്വസിച്ചത്. പക്ഷെ എനിക്കത് തെറ്റാന്ന് അറിയാം സോനു. എടാ അളിയ, ഇങ്ങനെ അവളുടെ ഒരു ഫോട്ടോ എടുക്ക. ഫോട്ടോ എടുക്കടാ. എന്താടാ, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ പറയുന്നത്. ഫോട്ടോ എടുക്കടാ. എടാ എടുക്കാനാ പറഞ്ഞേ. എങ്കിലേ അവള് പുറത്തു പോയി പറയാതിരിക്കൂ. എടുക്കടാ. ഞാൻ എന്നെ ഒരിക്കലും ക്ഷമിക്കില്ല. അപ്പൊ ഞാൻ യങ് ആൻഡ് സ്റ്റുപ്പിഡ് ആയിരുന്നു. ഞാൻ സഹിക്കുന്നതിനും അപ്പുറം സഹിച്ചു കഴിഞ്ഞതാ കൃഷ്ണ. സോനു പ്ലീസ്, എന്നെ വിട്ട് പോവല്ലേ സോനു. പോളോറിഡ് ഫോട്ടോസിലും ഇങ്ങനെയൊരു രൂപം കാണാൻ കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? നന്ദിനി, പുറത്തു വാ. നീ എവിടെയാ ഉള്ളത്?
നിനക്ക് നിനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നോ? നിനക്കെന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? വാടി, വാ, നമുക്ക് ഒരുമിച്ച് തന്നെ മരിക്കാം കേട്ടോ. വാ, പുറത്തേക്ക് വരാനല്ലേ പറഞ്ഞത്? എവിടെയാ ഉള്ളത്? വാ വാ. സോനു ഇപ്പൊ പോയല്ലോ, ഇനിയും എന്തിനാ ഒളിച്ചിരിക്കുന്നത്? നീ നിക്ക്, ഞാനിപ്പം നിന്നെ പിടിക്കാം. നിക്ക്. ശ്ശേ. ഒരു ഫോട്ടോയിലും അവളെ കാണുന്നില്ലല്ലോ. എന്ത് കോപ്പിലെ ക്യാമറ ഏത്? കഴുത്ത് വല്ലാതെ വേദനെടുക്കുന്നു. മരിച്ചുപോയവരുടെ ആത്മാവ് ചില സമയങ്ങളിൽ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും.
പരമശിവന്റെ കഴുത്തിലുള്ള പാമ്പിന്റെ പേരാണ് സിവി. ഇവന്റെ മരണം വരെ അവന്റെ കഴുത്തിൽ കാവലായി നിൽക്കുകയാണ് നന്ദിനി.